നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതിൽ ആന്ധ്രാപ്രദേശ് ഒഴികെ മറ്റെല്ലായിടത്തും കോൺഗ്രസിൻ്റെ ശക്തമേറിയ മുന്നേറ്റമാണ്. തമിഴക വെട്രിക്കഴകവും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം പുതിയ ബന്ധങ്ങളിലേക്ക്, അതായത് പുതിയ സഖ്യത്തിലേക്ക് നീങ്ങുകയാണ്. UPA തുടങ്ങിയാൽ, മുന്നണി സംവിധാനം തിരികെ കൊണ്ടുവന്നാൽ തങ്ങൾ ചേരുന്ന കാര്യം ആലോചിക്കാമെന്ന് വിജയ് ഉറപ്പ് കൊടുക്കുകയാണ്. എന്നാൽ നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി ഇതുവരെയും BJPയുമായുള്ള സഖ്യം ഉപേക്ഷിക്കുന്നില്ല. BJPയുമായി പല കാര്യങ്ങളിലും TDPക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. ജനസേനയുടെ പാർട്ടി നേതാവായ പവൻ കല്യാണിന് അമിത പ്രാധാന്യം നൽകി ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നുവെന്ന് നായിഡു മനസ്സിലാക്കുകയാണ്. നോക്കൂ, 175 സീറ്റുകളുള്ള ആന്ധ്രയിൽ 135ഓളം സീറ്റുകളുമായാണ് TDP അധികാരത്തിലേക്ക് എത്തിയത്. ജനസേനയ്ക്ക് 21ഉം BJPക്ക് നാമമാത്രമായ സീറ്റുമുണ്ട്. എന്നാൽ ജനസേനയുടെ നേതാവായ പവൻ കല്യാൺ എന്തുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത്? അതായത് നായിഡുവിനെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ജഗൻ സർക്കാർ നടത്തിയ നീക്കത്തെ തടുക്കാൻ വലിയൊരു സന്നാഹം തന്നെ തയ്യാറെടുപ്പ് നടത്തിയത് അന്ന്, അതായത് തെലുങ്ക് മണ്ണിൽ പവർ സ്റ്റാർ എന്ന പരിവേഷവുമായി നടന്നു നീങ്ങിയ അന്നത്തെ ചലച്ചിത്ര താരമായ പവൻ കല്യാണായിരുന്നു. അതിൻ്റെ ഒരു ഉപകാര സ്മരണയ്ക്കാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ കൊടുത്തത്. എന്നാൽ അതിപ്പോൾ കീറാമുട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നായിഡുവിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഒറ്റയ്ക്ക് TDP ഭരിക്കാൻ ആന്ധ്രയിൽ കഴിയും. എന്നാൽ കേന്ദ്രത്തിൽ TDPയുടെ സഹായമില്ലാതെ BJPക്ക് ഒരു നിമിഷം മുന്നോട്ട് പോകാൻ കഴിയില്ല. എങ്ങനെയാണോ ബീഹാറിൽ അവിടെ നിതീഷ് കുമാറിനെ ഒതുക്കിയത്, അതുപോലെ പയ്യെ ഇത്തിള് പോലെ കടന്നുകൂടാനാണ് BJPയുടെ ശ്രമം. ജനസേനയും BJPയും കൂടെ ചേർന്ന് കൃത്യമായി കാവ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആന്ധ്രയുടെ എല്ലാ മേഖലയും. സമസ്ത മേഖലയിലും അതിനുവേണ്ടിയുള്ള കൃത്യമായ വോളണ്ടിയേഴ്സിനെ തയ്യാറാക്കി നിർത്തുകയാണ്. നോക്കൂ, ഏത് മേഖല എടുത്തു നോക്കിയാലും തിരുപ്പതി ക്ഷേത്രം ഏറ്റവും വലിയ റവന്യൂ ആണ് ആന്ധ്രയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രം കേന്ദ്രീകരിച്ച് പോലും BJPയുടെ ആധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട വിവാദ ചർച്ചകൾ മുൻകാലങ്ങളിൽ ജഗൻമോഹൻ ഭരിക്കുമ്പോൾ BJP കോലിട്ടിളക്കി ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പോൾ BJP നേതൃത്വത്തിലാണ് അവിടെ വോളണ്ടിയർമാരുടെ പ്രവർത്തനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ നായിഡു മനസ്സിലാക്കുന്നു, ഇത് പതിയെ ആന്ധ്രയെ കൃത്യമായി കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ്, TDPയെ ഒതുക്കാനുള്ള ശ്രമമാണ്. അത് അതിന് നിന്നുകൊടുത്തുകൂടാ എന്നുള്ള കൃത്യമായ സന്ദേശം തൻ്റെ സുഹൃത്തു കൂടിയായ പഴയ TDP നേതാവ് രേവന്ത് റെഡ്ഡി, ഇപ്പോഴത്തെ തെലങ്കാന മുഖ്യമന്ത്രി, നൽകി കഴിഞ്ഞിരിക്കുകയാണ്.